ഹലോ ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ മട്ടൻ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൊട്ടയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. നാല് സവോള, ചെറിയ തരം സവോള അരിഞ്ഞതും, പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചതും കൂടി നമ്മൾ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വഴിച്ചെടുക്കാം. പിന്നെ മല്ലിപ്പൊടി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വറുത്ത് വെച്ചേക്കുന്ന മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മട്ടനും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 5-6 വിസിൽ വരട്ടെ. അതുവരെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 5-6 വിസലിന് ശേഷം നമ്മളെ മട്ടൻ കറി അടിപൊളിയായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.